ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള 6-ാമത്തെ പാഠമാണ് കേട്ടോ. ഈ പാഠഭാഗത്ത് ഈ ഒരു പേജിൽ ഈ ഒരു ചിത്രത്തിൽ മക്കൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ട് അല്ലേ? പിന്നെയോ ഒരു നായ്ക്കുട്ടിയുണ്ട്, ഒരു കോഴിയുണ്ട്, ഒരു കാക്കയുണ്ട്, പിന്നെ ആ ഒരു ഇലയിലൊരു ഉറുമ്പിനെ കണ്ടോ? പിന്നെ കാര്യമായിട്ടൊരാളുണ്ട് അല്ലേ? അതാരാണ്? മക്കളെ പോലെ തന്നെ ചെറിയൊരു കുട്ടിയാണ് അല്ലേ? ആ കുട്ടി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. എന്തോ കാലിന് വയ്യാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? കുട്ടിയുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു പ്ലേറ്റിൽ പാലപ്പാണ് അല്ലേ ഉള്ളത്? അപ്പോൾ ഈ പാഠത്തിൻ്റെ പേരെന്താണ്? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം അല്ലേ? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്താണ്? ഷൈനി ആണ് കേട്ടോ. ഷൈനി എന്നാണ് ഈ കുട്ടിയുടെ പേര്. അപ്പം വിളിക്കുകയാണ്, ഷൈനി ഷൈനി. അപ്പം നിങ്ങളെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും? ആരാന്ന് ചോദിക്കൂലേ? അതുപോലെ ഷൈനി ചോദിക്കുകയാണ്, ആരാ? അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറയാണ് ഞാനാന്ന് അല്ലേ? ഞാനാന്ന് പറയാണ് ഈ കൂട്ടത്തിൽ ഒരാൾ. അത് ചിലപ്പോൾ നായ്ക്കുട്ടി ആയിരിക്കും അല്ലേ? നായ ആയിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടാവുക? പിന്നെ അപ്പം ഷൈനി ചോദിക്കുകയാണ് എന്താ? അപ്പോൾ പറയും വിശക്കുന്നു അല്ലേ? വിശക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് എന്താ ചോദിക്കുന്നത്? തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി അല്ലേ? തിന്നാൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? അവലോ മലരോ, അല്ലെങ്കിൽ അരി ആയാലും മതി, പൊരി ആയാലും മതി. ഇനി അതും ഇല്ലെങ്കിൽ അടയോ വടയോ തരുമോ ഷൈനി എന്ന് ചോദിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ഷൈനിയുടെ പ്ലേറ്റിലുള്ള അപ്പത്തിന് അവിടെ ആയിട്ട് വലിപ്പം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പാട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ആരുടെയൊക്കെ കയ്യിലാണ് അപ്പക്കഷ്ണം ഉള്ളത്? കോഴിയുടെ കയ്യിലുണ്ട്, പൂച്ചയുടെ കയ്യിലുണ്ട്, ഉറുമ്പിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് പാടി നോക്കാം. വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. വെളുത്ത പാലപ്പം എങ്ങനെയാണ് ചെറുതായത് എന്നല്ലേ? കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ. കോഴി വന്ന് കൊത്തിയിട്ടാണോ ഇനി അല്ലെങ്കിൽ പൂച്ച വന്ന് തിന്നിട്ടാണോ ഈ വെളുത്ത പാലപ്പം ചെറുതായത് എന്ന് പാട്ടിലൂടെ ചോദിക്കുകയാണ്. പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. പാലപ്പം എങ്ങനെയാണ്? നല്ല സോഫ്റ്റ് ആണ് അല്ലേ? പതുപതുത്ത് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ചെറുതായി എന്നാണ് ചോദിക്കുന്നത്. ഇനി ഇവിടെ വരികൾ പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് അപ്പം കിട്ടിയിട്ടുള്ളത്? പൂച്ചയ്ക്കും കോഴിക്കും ഉറുമ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? അവരുടെ കോഴിയുടെയും പൂച്ചയുടെയും പേരുകൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തരാത്ത ആളുകളുടെ പേരെഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ. പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി നമുക്ക് പാലപ്പത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇവിടെ പാടാൻ തന്നിട്ടുള്ളത്? പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കണേ. അമ്മ ചുട്ട പാലപ്പം, ചൂടോടെ തന്ന പാലപ്പം, വട്ടത്തിലുള്ള പാലപ്പം, ആഹാ നല്ലൊരു പാലപ്പം. പാലപ്പത്തെക്കുറിച്ചുള്ള ഈ പാട്ട് മക്കൾക്ക് ഇഷ്ടമായോ? നല്ല വരികൾ ചേർത്ത് മക്കൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്തത് എന്താണ്? രുചിമേളം അല്ലേ? രുചി പലതരത്തിലുണ്ട് അല്ലേ? മധുരമുണ്ട്, പുളിയുണ്ട്, കയ്പുണ്ട്. മക്കൾക്ക് ഏത് രുചിയാണ് ഇഷ്ടം? എരിവുണ്ട്. ഏതാണ് ഇഷ്ടം? ചില മക്കൾക്ക് മധുരമായിരിക്കും, ചിലർക്ക് എരിവായിരിക്കും അല്ലേ? ഇനി കയ്പ് ഇഷ്ടമുള്ളവരുണ്ട്, പിന്നെയോ പുളി കഴിക്കുന്നവരില്ലേ? അപ്പോൾ ഓരോ രുചിയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? ഇനി മധുരമുള്ളത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ലഡു, ജിലേബി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി പുളിയുള്ളവ എന്തെല്ലാമാണ്? തൈരിന് പുളിയല്ലേ? അതുപോലെ നെല്ലിക്ക കഴിക്കുമ്പം പുളിയല്ലേ? അപ്പോൾ അത് രണ്ടും എഴുതാം. അടുത്തത് കയ്പുള്ളവ എന്തെല്ലാമാണ്? കയ്പക്ക് കയ്പാണ്, കഷായങ്ങൾക്കൊക്കെ കയ്പാണ് അല്ലേ? നമുക്ക് ഇതിലേക്ക് എരിവും കൂടെ എഴുതണം അല്ലേ? രുചി തന്നെയല്ലേ? ഇതിലുള്ള വേറൊരു രുചിയാണ് എരിവ്. എരിവുള്ളത് ഏതെല്ലാമാണ്? നമുക്ക് ചിക്കൻ കറിയും മീൻ കറിയും എഴുതിയാലോ?
ഈ ഒരു ചിത്രം നോക്കിക്കേ. കാക്ക എന്താ ചെയ്യുന്നത്? കാക്ക പ്രഥമൻ ഉണ്ടാക്കുകയാണ്. ഉറുമ്പ് കൊതിയോടുകൂടെ നോക്കിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ചിത്രം നോക്കൂ. കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ. എന്താണ് നമുക്ക് എഴുതാം. ഒരു ദിവസം ഞാൻ പ്രഥമൻ ഉണ്ടാക്കിയല്ലോ. കല്യാണത്തിന് പോയപ്പോൾ രാമുചേട്ടൻ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചത്. എങ്ങനെയാണെന്നോ? ആദ്യം പരിപ്പ് കഴുകി വറുത്തു. എണ്ണയും നെയ്യും നന്നായി ഒഴിച്ചിരുന്നു. പിന്നീട് നന്നായി വേവിച്ച ശേഷം ശർക്കര ഉരുക്കി ഒഴിച്ചു. നന്നായി വറ്റി വന്നപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു. പിന്നീട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് ചൂടാക്കി. അവസാനം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊട്ടത്തേങ്ങയുടെ കഷ്ണങ്ങളും ഇട്ടു. പ്രഥമൻ തയ്യാർ. അപ്പോൾ നമ്മുടെ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ ഇഷ്ടപ്പെട്ടോ? അടുത്തത് എന്താണ്? പോഷകമാണി പാവയ്ക്ക. അപ്പം എങ്ങനെ എഴുതാം? അച്ചാ പിച്ചാം പാവയ്ക്ക, പിച്ചാം മോനെ പാവയ്ക്ക, കൈപ്പാണച്ച പാവയ്ക്ക, പോഷകമാണേ പാവയ്ക്ക, വയ്ക്കാം രുചിയിൽ പാവയ്ക്ക, പച്ച നിറമുള്ള പാവയ്ക്ക, തിന്നാം തിന്നാം പാവയ്ക്ക. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയാണ് ഉണ്ടാക്കിയത്. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ പാട്ട് നല്ല ഭംഗിയിൽ നല്ല വാക്കുകളൊക്കെ ചേർത്തിട്ട് എഴുതുക. അടുത്തത് എന്താണ്? ആഹാരവിശേഷങ്ങൾ അല്ലേ? ആഹാരങ്ങൾ പലതുണ്ട്. എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണുള്ളത്? ആവിയിൽ വേവിക്കുന്നവയുണ്ട്, ചുട്ടെടുക്കുന്നവയുണ്ട്, വറുത്തെടുക്കുന്നവയുണ്ട്, പിന്നെ വേവിക്കാതെ കഴിക്കുന്നവയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ആവിയിൽ വേവും പലഹാരങ്ങൾ. മക്കൾ പറഞ്ഞേ, ആവിയിൽ വേവിക്കുന്ന എന്തൊക്കെ പലഹാരങ്ങൾ അറിയാം? ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, പിന്നെ ഇഡ്ഡലി ഉണ്ട് അല്ലേ? ഇഡ്ഡലി ആവിയിലല്ലേ വേവിക്കുന്നത്. അപ്പം നമുക്കവിടെ ഇഡ്ഡലി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ ഏതെല്ലാമാണ്? ഓട്ടട, പത്തിരി, ദോശ, പിന്നെയോ ചപ്പാത്തി, പൊറോട്ട അല്ലേ? പിന്നെ വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, പഴംപൊരി, ഉള്ളിവട, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ? പിന്നെ വേവിക്കാത്ത പലതുണ്ട് അല്ലേ? മോര്, തൈര്, സർബത്ത്, ജ്യൂസും സാലഡും ഒക്കെ വേവിക്കാണ്ടാണ് അല്ലേ കഴിക്കുന്നത്. അടുത്തത് എന്താണ്? പദകേളി. സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തത് എന്താണ്? പഴം അല്ലേ? താഴോട്ട് ച തന്നിട്ടുണ്ട്. അപ്പം എന്താണ്? പച്ചടി. പിന്നെ ചോറ്, പായസം, രസം, ഓലൻ, പ്രഥമൻ അല്ലേ? സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തിയോ? അപ്പം മക്കളും കണ്ടെത്തി എഴുതുക കേട്ടോ. നോക്കിയിട്ട് എഴുതുക. പിന്നെ സദ്യയിൽ എന്തൊക്കെ? പഴം, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, അച്ചാർ, ഓലൻ, കാളൻ, സാമ്പാർ, പരിപ്പ്, രസം, മോര്, ചോറ്, നെയ്യ്, നാരങ്ങ, പ്രഥമൻ, ബോളി, സേമിയ. എത്രത്തോളാണല്ലേ വിഭവങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? കൂട്ടുകറി എഴുതാം, വറുത്തകായ എഴുതാം, ശർക്കരപ്പേരി, പായസം. ഇനി മക്കൾ അമ്മമാരോട് ചോദിച്ചിട്ട് കൂടുതൽ കണ്ടെത്തി എഴുതുക കേട്ടോ. ഇനി ഇവിടെ ആരാണ് ദോശ ചുടുന്നത്? പൂച്ചമ്മയാണല്ലേ. പൂച്ചക്കുഞ്ഞിന് വേണ്ടി ചുട്ടു കൊടുക്കുകയാണ്. അത് നമുക്ക് വായിക്കാം. ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു, അടുപ്പിൽ തീ കത്തിച്ചു, ദോശക്കല്ല് ചൂടാക്കി, കല്ലിൽ എണ്ണ പുരട്ടി, മാവൊഴിച്ചു പരത്തി, ദോശ മറിച്ചിട്ടു, പാത്രത്തിലെടുത്തു, കൈ കഴുകി വന്നു, വയറ് നിറയെ തിന്നു അല്ലേ? ദോശ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും കഴിക്കുന്നത് വരെയുള്ളത് ചെറിയ രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആദ്യം ദോശമാവ് കലക്കിയിട്ടുണ്ട്, എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ തീ വേണ്ടേ? എന്നിട്ട് തീയിൽ ദോശക്കല്ല് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി മാവ് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കലില്ലേ? ചുറ്റിച്ച് കൊടുത്ത് എന്നിട്ടോ ദോശ ഒന്ന് മറിച്ചിട്ടെടുത്തൂലേ? എന്നിട്ട് കൈ കഴുകി വന്ന് വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്.
ഈ ഒരു പാഠത്തിൽ അവസാന പേജിൽ എന്താണ് കുറേ വടകളുണ്ട് അല്ലേ? ചിത്രത്തിൽ കുറേ പൊരിച്ച വിഭവങ്ങളുണ്ട്. അപ്പോൾ കാക്ക എന്താണ് പറയുന്നത്? വട വേണോ വട, ഉള്ളിവടയോ ഉഴുന്നുവടയോ മസാല വടയോ, ഏതു വടയാ കഴിക്കേണ്ടേ? കാക്ക ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണല്ലേ, ഏത് വടയാ കഴിക്കേണ്ടേ? അപ്പോൾ പരിപ്പ് വടയോ പക്കവടയോ മസാല വടയോ, ഏതു വടയാ തിന്നേണ്ടേ അല്ലേ? ഓരോ വടകളുടെ പേരുകളാണ് അല്ലേ? മക്കൾക്ക് ഇതുപോലെയുള്ള വടകളൊക്കെ ഇഷ്ടമാണോ? ഈ ഒരു പാഠഭാഗത്ത് ഒരുപാട് വിഭവങ്ങളുടെ പേരുകൾ പഠിച്ചു, പിന്നെ രുചികൾ പഠിച്ചു അല്ലേ? കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ പഠിച്ചു, സദ്യയിലെ വിഭവങ്ങൾ പഠിച്ചു. അപ്പം മക്കൾക്ക് ഈ ഒരു പാഠഭാഗം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മക്കൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിൻ്റെതോ അല്ലെ ഈ ക്ലാസ്സിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റോ കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ഏത് ക്ലാസ്സാണോ ഏത് സബ്ജക്റ്റാണോ എന്ന് അടിക്കുക കേട്ടോ. ക്ലാസ് 1 ആണേ ക്ലാസ് 1 മലയാളം എന്നടിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് മലയാളത്തിലിട്ട എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.